കേരളം അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ, മതേതരത്വം, ജനാധിപത്യം, ഈ ആവാസ വ്യവസ്ഥയിൽ കേരളം തുടരാൻ പാടില്ല എന്ന് നിശ്ചയിക്കാൻ പോകുന്ന കാലഘട്ടമാണ് ഈ 2026 മുതൽ 29 വരെയുള്ള കാലഘട്ടം. അതിന് കളമൊരുക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളാണ്. 91 നവോദാരവൽക്കരണം ഈ രാജ്യത്ത് നടപ്പാക്കിയത് മുതൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. 90-കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 90-കളിലാണ് ടെലിവിഷൻ രംഗം ഇന്ത്യയിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയത്. നേരത്തെ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ച ഡോക്ടർ പ്രണോയ് റോയിയുടെ നേതൃത്വത്തിലുള്ള ആദ്യം ഒരു ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിക്കുന്ന കമ്പനിയും പിന്നീട് ഒരു ടെലിവിഷൻ ചാനൽ തന്നെയും ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളെ വല്ലാത്ത രീതിയിൽ ആകർഷിക്കുകയുണ്ടായി. ഞാൻ 1996-ലാണ് എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ തുടരുക എന്ന് പറയുന്നത് വലത് കാലം എടുത്തു വെക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു കരിയറിനെ കുറിച്ചൊന്നും സ്വാഭാവികമായും എന്നെ പോലെ അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ ടെലിവിഷന്റെ ഒരു വലിയ പ്രഭാപൂരം 90-കളുടെ തുടക്കത്തിൽ ഉണ്ടാകുന്നത്. അത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ പ്രണോയ് റോയ്, മലയാളത്തിൽ ശശികുമാർ. സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള ആളുകൾ ഏഷ്യാനെറ്റ് എന്ന സാധ്യത തേടി. കാരണം ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ എഡിറ്ററിന്റെയോ എഡിറ്റോറിയലിന്റെയോ മാത്രം പരിധിയിൽ നിൽക്കുന്ന ഒരു വാർത്താ സംവിധാനമല്ല ടെലിവിഷൻ എന്നുള്ളതാണ്. കാരണം ഒരു ടെലിവിഷൻ ലേഖകനെ സംബന്ധിച്ചിടത്തോളം അയാള് ആക്ഷൻ സ്പോട്ടിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങള്, അയാളുടെ നെഞ്ചിൽ ചേർത്ത് വെച്ച മൈക്കിലൂടെ പറയുന്ന സത്യങ്ങൾ, അതെങ്ങനെയാണ് സ്റ്റുഡിയോയിലിരിക്കുന്ന ഒരു എഡിറ്റർക്ക് നിയന്ത്രിക്കാനാവുക? മറ്റെവിടെയോ തൂങ്ങി പിടിച്ചിരിക്കുന്ന ഒരു മാനേജ്മെന്റിന് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാനാവുക എന്നുള്ള ചോദ്യം നമ്മളെ പോലുള്ള നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഈ രാജ്യത്ത് തുടരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അച്ചടി മാധ്യമത്തെ, ഒരുപക്ഷെ റേഡിയോ മാധ്യമത്തെ മാനേജ്മെന്റുകൾക്ക് നിയന്ത്രിക്കാനാകുമെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങളെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു. പ്രത്യേകിച്ച് ഈ പ്രണോയ് റോയുടെയും ശശികുമാറിന്റെയും ഒക്കെ നേതൃത്വം എന്ന് പറയുന്നത്, അവർക്ക് ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഞങ്ങൾ ചേരുമ്പോ ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളോട് ശശികുമാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇടതൊന്നും വലതൊന്നും നോക്കണ്ട, പക്ഷെ കേരളത്തിന്റെ സ്വഭാവമായിരിക്കണം ആ ചാനലിനെന്നാണ്. എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സ്വഭാവം ശശികുമാർ വിവക്ഷിച്ചത് ഇടതുപക്ഷ സ്വഭാവം എന്ന നിലയിലാണ്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ചാനൽ എന്നുള്ള നിലയിലേക്ക് വന്നു പിന്നീട്, അല്ലെങ്കിൽ അതിന് ആ രീതിയിലുള്ള ഒരു ബ്രാൻഡിങ് നൽകി പിന്നീട്. ഇത് നീതിയുക്തമായിട്ടുള്ള ഒരു മാധ്യമ ലോകമായിരുന്നു അത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ സമാന്തരമായ, അതായത് ടെലിവിഷന്റെ വലിയ പ്രഭാപൂരം ഇങ്ങനെ നിറഞ്ഞാടുന്ന ഘട്ടത്തിൽ തന്നെയാണ് നവോദാരവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾ മാധ്യമ സ്ഥാപനങ്ങളെ ഏറ്റെടുത്തു തുടങ്ങിയത്. എന്തിനാ കോർപ്പറേറ്റുകൾക്ക് മാധ്യമ സ്ഥാപനങ്ങൾ? ആ കാലഘട്ടത്തിലെ നയരൂപീകരണം, തന്റെ വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ള നയരൂപീകരണം പുതുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നവോദാരവൽക്കരണ കാലഘട്ടമല്ലേ. ഗവൺമെന്റിന്റെ അടുത്തേക്ക്, ഭരണകൂടത്തിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ചെന്നെത്തണമെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം ആവശ്യമായിരുന്നു. ആ കാലഘട്ടത്തിന്റെ മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് ടെലിവിഷൻ മാധ്യമങ്ങളായിരുന്നു.
അതുകൊണ്ട് കോർപ്പറേറ്റുകൾ മാധ്യമ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി. അപ്പൊ 91 മുതൽ 2014 വരെയുള്ള കാലഘട്ടം പൂർണ്ണമായും നിഷ്കളങ്കമായ കാലഘട്ടമാണോ എന്ന് ചോദിച്ചാൽ ആയിരുന്നില്ല. പക്ഷെ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തപ്പോൾ പോലും ന്യൂസ് റൂമുകൾക്ക്, എഡിറ്റോറിയലുകൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരു പരിധി വരെ വകവെച്ച് നൽകിയിരുന്നു. ആ വകവെച്ച് നൽകുന്നതാണ് നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികളുടെ, പുതിയ ടെലിവിഷൻ പ്രവർത്തകരുടെ കണ്ണിൽ എന്തോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇവിടെ നാട്ടിൽ വലിയ തോതിൽ വേരുപിടിക്കുകയാണ് എന്ന തോന്നലുണ്ടാക്കിയത്. ഇപ്പൊ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തു. എല്ലാ കോർപ്പറേറ്റുകൾക്കും ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നില വന്നു. നിലവിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. അതുപോലെ തന്നെ പുതിയ മാധ്യമങ്ങൾ അവര് ആരംഭിച്ചു. പുതിയ മാധ്യമങ്ങൾ കോർപ്പറേറ്റുകൾ ആരംഭിക്കുമ്പോൾ നിലവിലുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊപ്പം കളം പിടിക്കാൻ വേണ്ടി കോർപ്പറേറ്റുകളുടെ മൂലധന നിക്ഷേപത്തിന്റെ അത്ര തന്നെ മൂലധന നിക്ഷേപം നടത്തേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് രംഗത്ത് തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. മത്സരിക്കുന്നതിന് വേണ്ടി അവരും കോർപ്പറേറ്റ് പങ്കാളിത്തം തേടി, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വിറ്റൊഴിഞ്ഞു പോയി. 2014 ആയപ്പോഴേക്കും സ്ഥിതി പൂർണ്ണമായും വ്യത്യസ്തമായി. അങ്ങനെ എല്ലാ കോർപ്പറേറ്റുകളും ഒന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടത്തേണ്ടതില്ല. തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കോർപ്പറേറ്റുകൾ മാത്രം മാധ്യമ സ്ഥാപനം നടത്തിയാൽ മതിയെന്ന്. ഇന്ത്യയില് 1,20,000-ഓളം മാധ്യമങ്ങളുണ്ട്, 22,000 വർത്തമാന പത്രങ്ങളുണ്ട്, 900-ലധികം ടെലിവിഷൻ ചാനലുകളുണ്ട്, 300-ലധികം വാർത്താ ചാനലുകളുണ്ട്, 800-ലധികം റേഡിയോ സ്റ്റേഷനുകളുണ്ട്. അങ്ങനെയുള്ള വൈവിധ്യമാർന്ന ഒരു മാധ്യമ ലോകത്തെ ഏകധാരയിലേക്ക് കൊണ്ടുവരാനാണ് 2014 അധികാരമേറ്റ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത്. ഇന്നിപ്പോ 2026 12 വർഷം പിന്നിടുമ്പോ ഇന്ത്യയിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം പൂർണ്ണമായും അപ്രസക്തമായി എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അപ്പോ അദാനി, അത് നേരത്തെ 2 ഉദാഹരണങ്ങളിലൂടെ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചു. ഒന്ന് പ്രബീർ പുർക്കായസ്ഥയുടെ ഉദാഹരണം, 2 പ്രണോയ് റോയുടെ ഉദാഹരണം. പ്രബീർ പുർക്കായസ്ഥയുടെ ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കടിഞ്ഞാൺ എന്ന നിലയിൽ മാത്രം വിലയിരുത്തിയാൽ പോരാ. പ്രബീർ പുർക്കായസ്ഥയെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. പ്രബീർ പുർക്കായസ്ഥയെ പിടിച്ചുകൊണ്ട് പോയതിനൊരു കാരണമുണ്ട്. അന്ന് പ്രധാനമായും 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അരവിന്ദ് കെജ്രിവാൾ, ഹിന്ദി ഭാഷയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയുന്ന നരേന്ദ്രമോദി കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചോണ്ട് പോയില്ലേ? മുഖ്യമന്ത്രി ആയിരിക്കെ മാധ്യമ പ്രവർത്തകൻ എന്ത് വാല്യൂ? മുഖ്യമന്ത്രി ആയിരിക്കെ അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ പിടിച്ചിടുകയാണ്. എന്താ ഇപ്പോ ആ കേസിന്റെ അവസ്ഥ? ഒരു മുഖ്യമന്ത്രിയെ, നേരത്തെ പ്രണോയ് റോയ് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടി ഡൽഹി പ്രസ് ക്ലബിലെ 1-2 മാധ്യമ പ്രവർത്തകർ ഒഴിച്ച് വേറെ ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല അന്ന്. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചുകൊണ്ട് പോയപ്പോ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചുകൊണ്ടുപോകുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തില് അയാള് ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നല്ലേ ഇപ്പോ അരവിന്ദ് കെജ്രിവാളിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഉത്തരവ് വരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രബീർ പുർക്കായസ്ഥയെ സംബന്ധിച്ചിടത്തോളം 2024 മുഖ്യധാരാ മാധ്യമങ്ങള് ആരും നരേന്ദ്രമോദിക്കെതിരെ, സംഘപരിവാറിനെതിരെ ശബ്ദിക്കാൻ തയ്യാറല്ല. അങ്ങനെ ശബ്ദിക്കാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ നവമാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ഡിജിറ്റൽ മാധ്യമങ്ങള് രംഗത്ത് വരികയാണ്. അപ്പൊ സാമ്പിളിന് ഒരു CPM അംഗമായിട്ടുള്ള പ്രബീർ പുർക്കായസ്ഥയെ പിടിച്ച് തിഹാർ ജയിലിലേക്ക് ഇടുകയാണ്. ഇപ്പോ ദില്ലി ഹൈക്കോടതി പറയുന്നത്, പ്രബീർ പുർക്കായസ്ഥയുടെ കേസിൽ പറയുന്നത് എന്താ? ഗ്രോസ് അബ്യൂസ് ഓഫ് ലോ. ഗ്രോസ് അബ്യൂസ് ഓഫ് ലോ. ആരാ ഗ്രോസ് അബ്യൂസ് ചെയ്തത്? ഇന്ത്യൻ ഭരണകൂടം. പ്രണോയുടെ കാര്യത്തില് പ്രണോയെ വിമാനത്തിൽ കയറുന്നത് വരെ കാത്തിരുന്നു. അതിനൊരു നാടകീയത വേണമല്ലോ. പ്രണോയും ഭാര്യയും വിമാനത്തിൽ കയറുന്നത് വരെ കാത്തുന്നു. നിങ്ങൾക്ക് ചില ഈ മാന്യന്മാരെ അപമാനിക്കാൻ ചില പ്രത്യേക മാർഗങ്ങളുണ്ട്. പ്രണോയ് ഒരു 100% മാന്യനായ ആളാണ്. ഇപ്പോ ബ്രിട്ടാസ് വന്ന് പറഞ്ഞല്ലോ, എനിക്ക് അപമാനം തോന്നി എന്നെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിച്ചപ്പോന്ന്. പ്രണോയ് റോയിയെ സംബന്ധിച്ചിടത്തോളം പ്രണോയ് റോയ്ക്ക്
ഈ മാധ്യമ പ്രവർത്തകന്റെ റോളിൽ ഇരുന്നുകൊണ്ട് തന്നെ മാന്യമായ പ്രവർത്തനം മാത്രമേ ജീവിതം മുഴുവൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പെരുമാറ്റത്തില്, അദ്ദേഹം നടത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തില് നമുക്ക് എവിടെയെങ്കിലും ഒരു കരട് കാണാൻ കഴിയില്ല. അപ്പൊ നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം, നമ്മളൊക്കെ പല ആളുകളോടും ചിലപ്പോ അറിഞ്ഞോ അറിയാതെയൊക്കെ അമാന്യമായി പെരുമാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ പ്രണോയുടെ കാര്യത്തിനകത്ത് അങ്ങനെ ഒരു അമാന്യമായി അദ്ദേഹം എവിടെയെങ്കിലും പെരുമാറി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സെക്കൻഡ് വിഷ്വൽ പോലും നമുക്ക് ഈ 90-കൾ മുതൽ അദ്ദേഹം രംഗമൊഴിഞ്ഞ 2024 വരെയുള്ള കാലഘട്ടത്തിൽ കാണാൻ കഴിയില്ല. അപ്പോ പ്രണോയ് റോയിയെ മാനസികമായ സംഘർഷത്തിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അദ്ദേഹം വിമാനത്തിൽ കയറി എന്ന് ഉറപ്പുവരുത്തുമ്പോ ആ വിമാനത്തിൽ മറ്റു യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അവിടെയാണ് പ്രണോയ് റോയ് തീരുമാനിക്കുന്നത് താൻ അംബാനിക്ക് ജാമ്യം വെച്ചിരുന്ന ഷെയർ അദാനിക്ക് ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെ ഭരണകൂടം കൈമാറുമ്പോ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ എന്നെ തിഹാറിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമെന്ന്. ഇപ്പോ ബ്രിട്ടാസ് വിട്ടുപോയ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രണോയ് റോയിയെ കുറ്റവിമുക്തനാക്കി എന്നുള്ളതല്ല, കുറ്റവിമുക്തനാക്കുമ്പോ ഏതൊക്കെ ഏജൻസിയാണോ പ്രണോയ് റോയിയെ കുറ്റക്കാരനായി 7 വർഷം കൊണ്ടുനടന്നത് അവർക്കൊക്കെ പിഴ ശിക്ഷ വിധിച്ചുകൊണ്ടാണ് പ്രണോയ് റോയിയെ മോചിതനാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ മാധ്യമരംഗം പൂർണ്ണമായും ഹൂളിഗനിസത്തില്, ഗൂണ്ടായിസത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷക്കാലമായി കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് ഇതിനേക്കാൾ 3 ഉദാഹരണങ്ങൾ നമുക്ക് പറയാനില്ല എന്നുള്ളത് തന്നെ. നോക്കൂ, എങ്ങനെയാണ് വിശകലനങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതല്ലേ. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെയും സ്വാധീനം ഭരിക്കുന്ന പാർട്ടിയുടെ അനുഗ്രഹാശിസുകൾ തങ്ങളുടെ കോർപ്പറേറ്റ് വ്യവസായ സംരംഭങ്ങൾക്ക് കിട്ടുന്ന വിധത്തിൽ, അതിന്റെ പരിധിയിൽ മാത്രം നിൽക്കുന്ന വിധത്തിൽ എത്തിക്കാൻ സ്വാഭാവികമായും ശ്രമിക്കൂ എന്നുള്ളത് ഒരു പുതിയ വെളിപ്പെടുത്തലല്ല. നമ്മൾ ഇനിയിപ്പോ അക്കാര്യങ്ങളെ കുറിച്ചൊന്നും വിശദമായി പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മളൊന്ന് ഈ 12 വർഷക്കാലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതേക്കുറിച്ചൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയില്ലാതെ ഉണ്ടാവും, ചില കാര്യങ്ങളെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവും. 24 മണിക്കൂറിനുള്ളിൽ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെയാ സംഭവിച്ചത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് നല്ല വ്യക്തത കിട്ടും. മധ്യപ്രദേശിലെ ഒരു രാജ്യസഭാ സീറ്റിലേപ്പോ ഒരു കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയല്ലേ. സാധാരണ ഞാനൊരു ഇലക്ഷൻ കേസ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാനൊരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ആ വിധി ശരിയല്ല എന്ന് തോന്നുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി എനിക്ക് അനുകൂലമായി വിധിക്കുകയും, അങ്ങനെ ഈ കേരളത്തില് ആകെ 4-5 പേരെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പോട്ടെ 5-6 പേര്, അങ്ങനെ 5-6 പേർക്കെതിരെ അനുകൂലമായി വിധിച്ചവരിൽ ഒരാൾ ഞാനാണ്. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ കേരള ഹൈക്കോടതി എനിക്ക് അനുകൂലമായി വിധി പറയുന്നു. ഞാൻ സ്വാഭാവികമായിട്ടും എന്റെ എതിർ സ്ഥാനാർത്ഥി സുപ്രീം കോടതിയിലേക്ക് പോകുമല്ലോ. സുപ്രീം കോടതി അത് വെച്ചോണ്ടിരുന്നു. നോക്കൂ, ഇപ്പൊ ഒരു കോടതിയുടെ ഒക്കെ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പോയി നിയമസഭയിൽ പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളെയല്ല ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും മനസ്സിൽ കണ്ടുവച്ചിരുന്നു. എനിക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധിക്കുമ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്കില്ല എന്ന് പറയാൻ. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉരുത്തിരിഞ്ഞു വരണ്ടേ. ഇപ്പോ ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് അതിന്റെ മേലെ അന്തിമ തീർപ്പായത്. കാരണം ഈ കേസ് കഴിഞ്ഞു. കാരണം 2016, 2021 കാലഘട്ടത്തിലാണ്, 2021 നിയമസഭയുടെ കാലാവധി കഴിഞ്ഞു. ആ കേസിന്റെ എന്താണോ ആ കേസിൽ സംഭവിക്കേണ്ടത്, ആ സംഭവിക്കേണ്ട കാര്യം അപ്രസക്തമായി എന്നുള്ളത് കൊണ്ട് ആ കേസ് ആർക്കും തീർപ്പില്ലാതെ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോ മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. റിട്ടേണിംഗ് ഓഫീസർ അവർ നാമനിർദ്ദേശ പത്രികയിൽ അവർക്കെതിരായിട്ടുള്ള ഒരു കേസിന്റെ ചില ഭാഗങ്ങൾ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാമനിർദ്ദേശ പത്രിക തള്ളുന്നു. ഉടനെ സുപ്രീം കോടതിയിൽ പറയുന്നു. സുപ്രീം കോടതി പറയുന്നു മറ്റന്നാൾ എടുക്കാന്ന് പറയുന്നു. നാളെ ആവുമ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയത് ശരിവെച്ചുകൊണ്ട് ഉടനെ വിജയിയെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ നാളെ സുപ്രീം കോടതി കേസെടുക്കുമ്പോൾ എന്താ സുപ്രീം കോടതി പറയുന്നു? ആ ഇലക്ഷൻ പ്രോസസ് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇലക്ഷൻ പ്രോസസ് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി ഹൈക്കോടതിയെ സമീപിച്ചൊരു ഇലക്ഷൻ പെറ്റീഷനായി നൽകാനേ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ നാളെ
നമ്മൾ ആരെങ്കിലും നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി വിധിയാണ്, ലോ ഓഫ് ദ ലാൻഡ് ആണ്. നാളെ റിട്ടേണിംഗ് ഓഫീസർക്ക് തള്ളാം, നിങ്ങൾ ഒരു കേസിന്റെ വിശദാംശങ്ങൾ ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വിശദാംശങ്ങൾ ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു BJP സ്ഥാനാർത്ഥി ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ പ്രത്യേകമായ അവസരം കൂടി കൊടുക്കുന്നു എന്നുകൂടി നമ്മൾ കാണണം. അപ്പൊ അനീതിയുടെ എന്ന് പറയുമ്പോൾ അനീതി അങ്ങേ അറ്റമാണ്. 24 പർഗാനാസില് മറ്റൊരു വിഷയമാണ്, ഈ 24 മണിക്കൂറിൽ നടന്നിട്ടുള്ള വേറൊരു വിഷയമാണ്. 24 പർഗാനസിൽ ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. ആ കെട്ടിടത്തിൽ എന്താ 4000 EVM-കള് 4000 EVM-കൾ നിന്ന് കത്തുകയാണ്. അതിന് തൊട്ടു മുമ്പ് വയറ് റിപ്പോർട്ട് ചെയ്ത വേറൊരു കാര്യം, അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്തില് 88% മുസ്ലിങ്ങളുള്ള ഒരു ബൂത്ത് എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പർ അല്ലേ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ CPM ആണ്. അപ്പോ 88% ന്യൂനപക്ഷ വിഭാഗമുള്ള പഞ്ചായത്ത് മെമ്പർ CPM-നുള്ള ഒരു ബൂത്തില് CPM-ന് ആകെ വോട്ട് 1. ആ പഞ്ചായത്ത് മെമ്പർ പറയുന്നു, ഞാനും എന്റെ 8 അംഗ കുടുംബവും CPM-നാണ് വോട്ട് ചെയ്തത്, ഞങ്ങളുടെ വോട്ട് എവിടെ പോയി? 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്താ 2026, 27, 28 കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം? ഇപ്പം TMC-യെ പിളർത്തി, TMC പൊടുന്നനെ പിളരുകയാണ്. 20 MP-മാർ അല്ലെങ്കിൽ 19 ലോക്സഭാ MP-മാർ ആരുടെ കൂടെ? BJP-യുടെ കൂടെ ഒരു കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ യോഗം ചേരുകയാണ്. ഈ ഇന്ത്യൻ പാർലമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ കോൺഗ്രസിനേക്കാൾ ശക്തമായി BJP-യെ നേരിട്ടുകൊണ്ടിരിക്കുന്നതായി കാണാറുള്ളത്, പ്രകടനപരതയിൽ നമ്മൾ കാണാറുള്ളത് TMC-യും BJP-ക്കാരും തമ്മിലുള്ള അടിയാണ്. പക്ഷെ ഒരൊറ്റ സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു? TMC നേരെ പോയി ഒരു കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ ചേർന്ന് യോഗത്തില് BJP-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. 19 MP-മാർ ലോക്സഭാ MP-മാർ, 3 രാജ്യസഭാ MP-മാർ രാജിവെച്ച് കഴിഞ്ഞു, ബാക്കിയുള്ളവർ രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. അതായത് 16 പേരെ കൂടി സംഘടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ രാജ്യസഭയിൽ 3-2 ഭൂരിപക്ഷമായി. ശിവസേന UBT പിളർത്തി, NCP-യെ പിളർത്തി. ഇപ്പൊ വീണ്ടും ബാക്കിയുള്ള ശിവസേന UBT-യുടെ ആളുകളെ കൂടി ലോക്സഭയിൽ ഒപ്പം ചേർക്കാൻ വേണ്ടി BJP കരുനീക്കം നടത്തിയെന്നാണ് പറയുന്നത്. എന്തിനാ ഇത്? ഡീലിമിറ്റേഷൻ ബില്ല് കഴിഞ്ഞ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് പാർലമെന്റിൽ തള്ളപ്പെട്ടു പോയി അല്ലെ? ഈ ഡീലിമിറ്റേഷൻ ഇല്ലാതെ ജയിക്കാനാകില്ല. 2019 BJP ജയിച്ചത് എങ്ങനെ? പുൽവാമ, ബാലക്കോട്ട്. 2024 BJP ജയിച്ചത് എങ്ങനെ? രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ. 2029 BJP-യെ ജയിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ വേണം. എന്താ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്? 800 സീറ്റുകളാക്കുക, BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക, ആ ശക്തി കേന്ദ്രങ്ങളിലെ സീറ്റുകൾ വർഗീയ അടിസ്ഥാനത്തിൽ വിഭജിക്കുക, പുനർനിർണയിക്കുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതില്ലാതെ BJP-ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാമോ അത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ പരസ്പരം സംസാരിക്കുന്ന ഘട്ടത്തിൽ EVM-നെ കുറിച്ചൊക്കെ ഇന്നും എന്നോടൊപ്പം എന്നെ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഒരു സഹാബ് ചോദിച്ചു, സഹാബേ, ഈ EVM-നെ കുറിച്ച് എന്താ അഭിപ്രായം? 4000 EVM-കൾ നിന്ന് കത്തുന്നതായി നമ്മൾ കാണുകയല്ലേ ചെയ്യുന്നത്. എന്റെ ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ബംഗാളിലെ EVM അട്ടിമറിക്കാൻ തീരുമാനിച്ചിരുന്നു. ബംഗാളിലേത് അട്ടിമറിക്കാൻ എന്നത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലും കൂടി EVM അട്ടിമറിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ DMK ഈ സദസ്സിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും കേരളത്തിൽ ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നേക്കാം എന്ന് ഏറ്റവും ഹാർഡ് കോറായി CPM-കാർ പോലും ചിലപ്പോ ഒരു സംശയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട്ടില് DMK അധികാരത്തിൽ നിന്ന് പുറത്തു പോകും, സ്റ്റാലിൻ തോൽക്കുമെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിച്ചിരുന്നു? നിങ്ങളൊക്കെ തമിഴ്നാട്ടിൽ വരുന്നവരല്ലേ, രാഷ്ട്രീയം വായിക്കുന്നവരല്ലേ? ഇന്നലെ സിനിമയിലേക്ക് വന്നിട്ടുള്ള വിജയ്, ഞാൻ അയാളെ കുറച്ച് കാണുന്നില്ല, അയാള് അധികാരത്തിലേറിയതിനു ശേഷം ചെയ്തിട്ടുള്ള അയാള് വളരെ പക്വമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ആ രീതിയിലുള്ള രാഷ്ട്രീയം
നമ്മൾ ഒട്ടും കുറച്ച് കാണേണ്ടതില്ല. ഇപ്പൊ 2014 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തില് മാധ്യമങ്ങളെ ഇവർ മെരുക്കിയെടുത്ത് വേട്ടപ്പട്ടിയാക്കി മാറ്റിയതുപോലെ, ജുഡീഷ്യറിയെ തങ്ങളുടെ അധീനതയിലാക്കിയതുപോലെ, ലെജിസ്ലേച്ചറിനെ അപ്രസക്തമാക്കിയതുപോലെ, അതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ടല്ല ചെയ്യുന്നത്. ജമ്മു കശ്മീർ എന്ന സംസ്ഥാനത്തെ തരം താഴ്ത്തിയതുപോലെ, പ്രബീർ പുർക്കായസ്ഥയെയും അതുപോലെ പ്രണോയ് റോയെയും അപമാനിച്ച് അപ്രസക്തമാക്കിയതുപോലെ, അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഉയർന്നു വരുന്ന രാഷ്ട്രീയ നേതാവ്, അയാളുടെ രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് യോജിപ്പില്ല, ആ രാഷ്ട്രീയ നേതാവിനെ 8 മാസം ജയിലിൽ കിടത്തി ഇപ്പോ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുന്നത് പോലെ അടുത്ത 25 വർഷക്കാലത്തെ രാഷ്ട്രീയം സംഘപരിവാർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തകരല്ല കൂട്ടരെ. 25 വർഷത്തെ രാഷ്ട്രീയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാറും RSSും ചേർന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 25 വർഷത്തേക്കുള്ള യാത്രക്കിടയിലാണ് നിങ്ങൾക്ക് മമതയെ ബംഗാളിൽ തോൽപ്പിക്കണം. മമത എന്ന് പറയുന്നത് എന്റെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സഹാക്കളെ കൊന്ന ആളാണ്. എനിക്കവരെ ജയിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ മമതയെ തോൽപ്പിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം MP-മാരെ തങ്ങളോടൊപ്പം കിട്ടുള്ളൂ എന്ന് കരുതി അവരെ തോൽപ്പിക്കുക. ഇപ്പോ DMK ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാ? ഇതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട്. DMK ഒറ്റപ്പെടുത്താം. കോൺഗ്രസ് ആണെങ്കിൽ വേഗം കൈയും കാലും കഴുകി അടുത്ത ക്യാമ്പിലേക്ക് പോയി അടിച്ചോണ്ടിരിക്കുക. അപ്പോ DMK ഒറ്റപ്പെടുത്താം. ഇനി നാളെ DMKക്ക് 2029 വളരെ വേഗത്തിൽ അധികാരം തിരിച്ചു വരണമെന്നാണല്ലോ ആഗ്രഹം. ഒരു പാക്കേജ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ DMKയും ഈ പറയുന്ന ഡീലിമിറ്റേഷൻ ബില്ലിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാവും. കേരളം, നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞല്ലോ, കേരളം ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഭൂമികയാണെന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും നമുക്ക് വേണ്ട. 2026 CPM-നെ പുറത്താക്കി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുറത്താക്കി. ഇനി 27-ലും 28-ലും വരാൻ പോകുന്ന ഡിസ്കഷൻ എന്താണ് കേരളത്തില്? എന്താ? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 27-ലും 28-ലും ഈ രാജ്യം തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന്, സെൻസസ്, ജാതി സെൻസസ്. ജാതി സെൻസസ് എന്ന് പറയുമ്പോ പല സ്ഥലങ്ങളിൽ പലതരത്തിലായിരിക്കും. ഇപ്പൊ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും വലിയ തോതിൽ അതിന് പ്രത്യാഘാതം ഉണ്ടായില്ല. ഇനിയിപ്പോ ജാതി സെൻസസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെയും OBC-യുടെയും EBC-യുടെയും കണക്ക് വെച്ച് പുതിയ രാഷ്ട്രീയം രൂപപ്പെടും. ഈ കേരളത്തിൽ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ? അപ്പൊ ഒന്ന് സെൻസസ് ആണെങ്കിൽ, രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. എന്തിനാ ഉന്നതതല സമിതി അറിയാമോ? രാജ്യത്തിന്റെ ചില പ്രത്യേക ഭൂവിഭാഗങ്ങളിൽ ചില മതവിഭാഗങ്ങൾ ശക്തമാകുന്നു. അതിന്റെ കാരണങ്ങൾ എന്ത്? അതെന്തുകൊണ്ട്? അപ്പൊ 27-ലും 28-ലും കേരളം പോലൊരു സ്ഥലത്ത് മുസ്ലിം വേഴ്സസ് അതേഴ്സ് എന്ന രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇപ്പോഴേ കരുനീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളോട് പലരും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതിനകത്തിപ്പോ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ലല്ലോ. സംഘപരിവാറിന്റെ വോട്ട് ഇത്തവണ LDF-ന്റെ പെട്ടിയിൽ വീഴുമായിരുന്നു. പലരും നമ്മളോട് വന്ന് ചെവിയിൽ പറയും. ഇത്തവണ ബോധപൂർവം എന്നോടൊരു BJP-യുടെ പ്രമുഖനായിട്ടുള്ള, എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബന്ധമുണ്ട്. കാരണം എന്താ, ഞാൻ 10-28 കൊല്ലം മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആളാണ്. എല്ലാവരെയും ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ള ബന്ധം എനിക്കുണ്ട്. BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയാം, ഞങ്ങളുടെ നേതാക്കൾക്ക് ആഗ്രഹം നിങ്ങൾ അധികാരത്തിൽ വരണമെന്നാണ്. ഈ പ്രതീതി അവരെ ത്രൂ ഔട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവിശ്വസിക്കും. അവരുടെ ഉന്നം എന്ന് പറയുന്നത് ആ നിലയിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും അവർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡീല് പുറത്തു വരാതിരിക്കുകയും വേണം. കേരളത്തില് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭരണമാണ് തങ്ങൾക്ക് വളം എന്ന കാര്യത്തില് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഇല്ലായിരുന്നു. പക്ഷെ അവരെന്താ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നമ്മൾ അധികാരത്തിലെത്തിച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ആ ഭരണം കൊണ്ട് തന്നെ ആ പാർട്ടി ഇല്ലാതാകും, UDF സ്വാഭാവികമായും ഭരണമില്ലാതെ തകരും. ഇതായിരുന്നു അവർ പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ
അകത്ത് യഥാർത്ഥത്തില് അവർക്ക് ഒരു ബൈനറി സൃഷ്ടിക്കേണ്ടതുണ്ടായിരുന്നു. എന്താണ് ആ ബൈനറി? അതായത് ഈ പറയുന്ന മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു ഭരണകൂടത്തിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രതീതി, ആ പൊതുപ്രതീതി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക CPM LDF അത് BJPക്കാണ്, സംഘപരിവാറിനാണ് എന്നുള്ളതാണ്. ഇത് അതാ ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് നമ്മള് ഒട്ടും കുറച്ചു കാണരുത് RSSനെ. അവര് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമല്ല ആലോചിക്കുക. ഇപ്പൊ വിജയെ ജയിപ്പിച്ചിട്ട് എന്തിനാണ് RSSന്? നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, ജോസഫ് വിജയ് അല്ലേ? വിജയെ ജയിപ്പിച്ചിട്ട് എന്തിനാണ് RSSന് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. വിജയെ ജയിപ്പിച്ചാൽ അവിടെ വിജയെ ജയിപ്പിക്കുന്നതിലൂടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അറുതി വരുത്തിയോ? പുതിയൊരു രാഷ്ട്രീയത്തിന് ഇപ്പൊ വേറൊരാളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോ നീ അവിടെ നിന്ന് ശ്രമിക്കുക, ഞാൻ ഇവിടെ നിന്ന് ശ്രമിക്കാം. ഒന്ന് വലിയ വിഷയമാണ്, നമുക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ നല്ല, പക്ഷെ കുറേയധികം സഹാക്കൾ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, ജുഡീഷ്യറി അപ്രസക്തമായി. ഇനി ഇതിൽ കൂടുതൽ അപ്രസക്തമാകാനില്ല. ജയന്തി നടരാജന്റെ വിധിന്യായത്തിലൂടെ പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു ജുഡീഷ്യറി. രണ്ട്, ഇലക്ഷൻ കമ്മീഷൻ വീട്ടിന്റെ മുന്നിൽ കെട്ടിയെടുക്കുന്ന പട്ടിക്ക് ഇതിനേക്കാളും വില കൊടുക്കണം നമ്മൾ. എക്സിക്യൂട്ടീവ് ആകെ BJP പറയുന്നതിനനുസരിച്ചാണ് ചലിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഇനി തർക്കമുണ്ടാകും എന്ന് കരുതാനാവില്ല. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഒരു പെട്ടി പണം ഉണ്ടെങ്കിൽ കൂടെ പോരുന്നവരാണ്. ഇതിനേക്കാൾ അന്തസ് അങ്ങനെ പണം കൊടുത്ത് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർക്കുണ്ട്. മാധ്യമങ്ങൾ ഒരു വിലയുമില്ലാത്ത സംവിധാനമായി മാറിയിരിക്കുന്നത് ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ച തന്നെ ഉദാഹരണം. 12 വർഷമായിട്ടൊരു പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. ചോദ്യങ്ങൾ നേരിട്ടിട്ടില്ലെന്ന്. നേരിട്ടാൽ അനുഭവിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അയാളുടെ ഡിഗ്രി കാലഘട്ടം മുതലുള്ള ചോദ്യങ്ങളില്ലേ ഈ രാജ്യത്ത്? എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് ചോദിച്ചാൽ ചോദിച്ചവരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ശിക്ഷിക്കുന്ന കോടതിയും. കേരളമാണ് അവിടുത്തെ ഉന്നം. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില്. ജാഗ്രതയോടുകൂടി നിന്നിട്ടില്ല എങ്കിൽ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകാൻ ഇനി വെറും 3 വർഷം മാത്രമേ വേണ്ടൂ. 3 വർഷം. 2031 ആരും കണക്കാക്കണ്ട. 2029 എന്ന 3 വർഷം മാത്രം കണക്കാക്കിയാൽ മതി. കാരണം എന്താ, ഈ 29 ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റിസൾട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. LDFന് 31 മുതൽ 33% വരെ വോട്ട്, BJPക്ക് 28% മുതൽ 31% വോട്ട്. ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ ചോദിക്കും. കാരണം എന്താ, നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ തവളയാണ്. നമ്മള് അങ്ങനെ തവളയുടെ കാര്യം അറിയാലോ. ഒരു ചൂടുവെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന്, തിളക്കുന്ന വെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന് തവള പെട്ടെന്ന് ചാടും. നമ്മള് ഒരു തണുത്ത വെള്ളത്തിലുള്ള തവളയാണ്. ആ തവളയുടെ അടിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീ. ആ തവളയാണ് നമ്മൾ അറിയുന്നില്ല നമ്മൾ വെന്തിച്ചാകാൻ പോവുകയാണ് എന്നുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഈ വരാനിരിക്കുന്ന 2027-28 കാലഘട്ടത്തെ ചർച്ച പ്രധാനമായും നടക്കാൻ പോകുന്നത് ഒന്ന് ടെലിവിഷൻ ചാനലുകളിലായിരിക്കും. ടെലിവിഷൻ ചാനലുകളുടെ ആങ്കർമാരെയൊക്കെ ഒന്ന് മുഖം ഓർമ്മിച്ചു നോക്കിയേ. ടെലിവിഷൻ ചാനലുകളുടെ പേര് ഒന്ന് ഓർത്തു നോക്കിയേ. ടെലിവിഷൻ ചാനലുകളുടെ മാനേജ്മെന്റുകളെ ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പോ ടെലിവിഷൻ ചാനലുകളിൽ നടക്കാൻ പോകുന്നത് ഈ വർഗീയ പ്രചരണമായിരിക്കും. കാരണം അതിന് സാഹചര്യം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ മതേതരത്വ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അവൻ ഹിന്ദു നാമധാരിയാണെങ്കിൽ അവൻ സംഘാവായി മാറി. അപ്പോ എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അവൻ മുസ്ലിം ആണെങ്കിൽ അവൻ ഇസ്ലാമിക തീവ്രവാദിയാണ്. CPM നിന്നുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദിയാണ്. അപ്പോ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ, അവന് ഒരു ചാപ്പ കുത്തിവെച്ചിരിക്കുന്നു. അപ്പൊ ഈ നിലയിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിലൂടെ നമുക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. മലയാളിക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ പെർസെപ്ഷൻ ക്രിയേഷന്റെ കൂടെ പോകാനാണ് താല്പര്യം.
നമുക്ക് ഒറ്റയ്ക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷം ഒരു വാർത്തയുണ്ട്, അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, മനോരമ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തന്നെയും അത് അനീതിയാണല്ലോ എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകാൻ ഇപ്പൊ നമ്മൾ തയ്യാറല്ല. നമുക്ക് ഒരു അനീതി കണ്ടാൽ അത് അനീതിയാണെന്ന് തോന്നണമെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യണം, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രകമ്പനത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാവുന്നുള്ളൂ. അല്ലാത്ത ഒരു അനീതി, അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇന്നലെയാണ് 4000 EVM-കൾ നിന്ന് കത്തുന്നത് കണ്ടത് നമ്മള്. നമുക്ക് ആർക്കെങ്കിലും ചോര തിളച്ചോ? ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. എത്ര കെട്ടിടങ്ങളുണ്ട് രാജ്യത്ത്? EVM സൂക്ഷിച്ച കെട്ടിടങ്ങൾ മാത്രം. അതും 2026 ഒരു മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന EVM-കളാണ് നിന്ന് കത്തുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പെർസെപ്ഷന് പിന്നാലെ പോവുക എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമ്മളെപ്പോഴും അഭിമാനത്തോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കഴിഞ്ഞ നിയമസഭാ കാലയളവില് ഒരൊറ്റ അഴിമതി ആരോപണം പോലും കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ശരിയാ, ഒറ്റ അഴിമതി ആരോപണം പോലും കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നിയമസഭയെ കേരളം കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാ വോട്ട് ചെയ്തത്? നമ്മൾ വോട്ട് ചെയ്തത് അരിക്കൊമ്പന്റെ കാര്യത്തിൽ. എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു ഭൂവിഭാഗത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് മാധ്യമങ്ങൾ അടിച്ചേൽപ്പിച്ച കാര്യം, അരിക്കൊമ്പനെ പിണറായി വിജയൻ നാട് കടത്തിയിരിക്കുന്നു. അങ്ങനെ അരിക്കൊമ്പനെ ചക്കക്കൊമ്പനുമായി സംഘാതം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പിണറായി വിജയൻ. അതാണ് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റോബിൻ ബസിന്റെ കേരളത്തിലെ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ സാധ്യമാകില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഉയർത്തി കാണിച്ച ഒരു കാര്യമായിരുന്നു. അതേസമയം നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തുന്നു എന്നുള്ള കാര്യം മറച്ചു വെക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ വൈകാരികമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന, നമ്മുടെ സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഈ പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ RSS ആയിക്കോട്ടെ, സംഘപരിവാർ ആയിക്കോട്ടെ, മൗദൂദികളായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഈ സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഒത്തുചേർന്ന ലൂസ് ആയിട്ടുള്ള UDF സംവിധാനം ആയിക്കൊള്ളട്ടെ, ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ചുരുക്കാണ്, നിൽക്കണോ പോണോ? ഇതാണ് നമ്മൾ 2029 തീരുമാനിക്കേണ്ട കാര്യം. കേരളം അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ, മതേതരത്വം, ജനാധിപത്യം, ഈ ആവാസ വ്യവസ്ഥയിൽ കേരളം തുടരാൻ പാടില്ല എന്ന് നിശ്ചയിക്കാൻ പോകുന്ന കാലഘട്ടമാണ് ഈ 2026 മുതൽ 2029 വരെയുള്ള കാലഘട്ടം. അതിന് കളമൊരുക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളാണ്. അതിനാവശ്യമായിട്ടുള്ള പാനലുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള ആങ്കറുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള സാഹചര്യവും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മള് എന്താണ് നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇന്നലത്തെ അല്ല, നാളത്തേത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷേ അതിൽ ചെറിയ ഭാഗമെങ്കിലും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഓരോരുത്തരും മാധ്യമപ്രവർത്തകരാകണം. നോക്കൂ, എല്ലാം അസ്തമിച്ചു പോകുമ്പം വഴി അവിടെ മുടങ്ങുകയാണല്ലോ ചെയ്യുക. ഞാൻ അങ്ങനെ കരുതുന്ന ആളല്ല. എല്ലാം അസ്തമിക്കുമ്പോഴും പടച്ചോൻ ഒരു വഴി തുറന്നു വെച്ചു തരും. ആ ഒരു വഴിയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത്. ആ ഒരു വഴി, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വഴി, നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞു, അതൊന്നും നമ്മളല്ല നിയന്ത്രിക്കുന്നത്, അൽഗോരിതം നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഒക്കെ ശരിയാണ്, ഒരു സംശയമില്ല. കോർപ്പറേറ്റുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, അല്ലാതെ മെറ്റ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ അവസരം നൽകുമോ? പക്ഷേ അൽഗോരിതത്തെ മുറിച്ചു കിടക്കാനുള്ള വഴികൾ യഥാർത്ഥത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴും ഒരു സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളെയും ഡിജിറ്റൽ മാധ്യമങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാതായത്. അങ്ങനെയാണ് പ്രബീർ പുർക്കായത്തെ പിടിച്ച് ജയിലിലിട്ടത്. അങ്ങനെയാണ് ധ്രുവറാട്ടിയെ പോലുള്ളവര് ഈ ടൈംസ് നൗ പോലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ വ്യൂവർഷിപ്പിന്റെ ഒക്കെ 10 മടങ്ങ് വ്യൂവർഷിപ്പോട് ഇന്ത്യൻ രാഷ്ട്രീയത്തില് അവരുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് ഈ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹാക്കളെ. നമുക്ക് എല്ലാത്തിലും അഭിപ്രായമുണ്ട്. നമ്മൾ മതേതര മനസ്സുള്ളവരാണ് മഹാഭൂരിപക്ഷം പേരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും അറിയാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഓരോരുത്തരും, ഇത്
ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിന്റെ പണിയാണ്, അല്ലെങ്കിൽ ഇത് നന്നായി എഴുതാൻ അറിയുന്ന ആളുടെ പണിയാണ്, അല്ലെങ്കിൽ നന്നായി ക്യാമറയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുടെ പണിയാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാകണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മള് ഒരു 5 ലക്ഷത്തിൽ ചില്ലുവാനം പേരുണ്ടല്ലോ പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞത്. വർഗ ബഹുജന സംഘടനകളിൽ ഏറ്റവും ഹാർഡ് കോറായി നിൽക്കുന്ന ആളുകളെ മാത്രം എടുത്താൽ തന്നെ നമ്മൾ ഏതാനും ദശലക്ഷങ്ങളുണ്ട്. 1 ദശലക്ഷം ആളുകളെ നമുക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുകയാണെങ്കിൽ, ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന വിധത്തിൽ അവരെ സജ്ജരാക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു സംശയവും വേണ്ട, നമ്മൾ ഇവിടെ നിന്ന് പ്രകടിപ്പിക്കുന്ന ഓരോ അഭിപ്രായവും അവിടെ മെറ്റ് അറിയും, അവിടെ വാഷിംഗ്ടൺ DC അറിയും. നമ്മൾ ഈ കേരളത്തിലെ ചലനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് അത് പോകും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള ശേഷി, മനസ്സ് നമ്മൾ കൈവരിച്ചില്ല എങ്കിൽ ഈ നാട് നമ്മുടെ കൈവിട്ടു പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു.